അമ്പലപ്പുഴ വളഞ്ഞവഴിയിൽ വാതകം നിറച്ച ടാങ്കർ തീരത്തടിഞ്ഞതിൽ ആശങ്ക. വളഞ്ഞവഴി കക്കാഴം തീരത്ത് നിന്ന് താമസക്കാരെ ഒഴിപ്പിക്കും. കടൽഭിത്തിയുടെ പാറയിൽ ഇടിച്ച് ടാങ്കറിൽ ചോർച്ച ഉണ്ടാകുമെന്ന ആശങ്ക നിലനിൽക്കുകയാണ്. വിവരങ്ങളുമായി സുധീഷ് ഗോപാൽ ചേരുന്നു. സുധീഷ്, ഒന്ന് ഈ താമസക്കാരെ ഒഴിപ്പിച്ചിട്ടുണ്ടോ? അവിടെ നിന്ന് പൂർണ്ണമായും അധികൃതരെത്തിയ ശേഷം എങ്ങനെയാണ് വാതക ചോർച്ച ഉണ്ടോ ഇല്ലയോ എന്ന് പരിശോധിക്കുന്നത്? ഏറ്റവും പ്രധാനം അതാണല്ലോ. അതിനുശേഷമാണ് നമുക്കൊരു പക്ഷേ ഈ വാൻഹായിൽ നിന്ന് തന്നെ വന്നതാണോ ഈ ടാങ്കർ എന്നൊക്കെയുള്ള പരിശോധന പിന്നീട് നടക്കുക. വിവരങ്ങൾ വീണ, ഇപ്പോൾ ഇവിടുന്ന് ഒഴിപ്പിക്കാനുള്ള നിർദ്ദേശം നൽകി കഴിഞ്ഞു. 200 മീറ്റർ ചുറ്റളവിലുള്ളവരെല്ലാം തന്നെ ഒഴിഞ്ഞു മാറണം എന്നതാണ് നിർദ്ദേശം. അതോടൊപ്പം തന്നെ ഇതിൻ്റെ കാഴ്ചക്കാരായി എത്തുന്നവരും ആ ദൂരപരിധി പാലിച്ചുകൊണ്ട് മാറി നിൽക്കണം എന്നതാണ് നിർദ്ദേശം. നമുക്ക് ഈ കാണുന്നത് പോലെ തന്നെ ഇന്ന് രാവിലെയാണ് ഈ ടാങ്കർ ഇവിടെ വന്നത്. ഇത് കിടക്കുന്നത് ഇപ്പോൾ തകർന്നതാണെങ്കിൽ പോലും കടൽഭിത്തിയോടെ ചേർന്നാണ്. ഇതിൽ വന്ന് ശക്തമായ ഒരു വേലിയേറ്റം കൂടി ഉണ്ടായാൽ വന്ന് ശക്തമായി അടിച്ചാൽ ഇതിന് കേടുപാടുകൾ ഉണ്ടാവുകയും വാതക ചോർച്ച ഉണ്ടാവുകയും ചെയ്യും. അതിൻ്റെ ഒരു മുൻകരുതൽ ആണ് ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇതിൽ എന്ത് വാതകമാണെന്നത് സംബന്ധിച്ച് സ്ഥിരീകരിച്ചില്ലെങ്കിൽ കൂടി ഇത് അപകടകരമായ വാതകമാകാനുള്ള സാധ്യത കൂടുതലാണെന്നാണ് ഇതുവരെ ലഭിച്ചിട്ടുള്ള വിവരം. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നടപടികൾ പുരോഗമിക്കുന്നത്. ആ ഒരു പശ്ചാത്തലത്തിൽ 200 മീറ്റർ ദൂരപരിധി പാലിക്കുക. അതോടൊപ്പം തന്നെ ഈ ടാങ്കർ എത്രയും വേഗം ഇത് എന്താണ് ഇതിനകത്ത് അടങ്ങിയിരിക്കുന്നതെന്ന് ഇതിൻ്റെ പടിഞ്ഞാറ് ഭാഗത്താണ് എഴുതിയിരിക്കുന്നത്. അത് കണ്ടെത്തി അത് മലിനീകരണ നിയന്ത്രണ ബോർഡ് ഉദ്യോഗസ്ഥർ അല്പസമയത്തിനുള്ളിൽ എത്തും. അവരുടെ പരിശോധനയ്ക്ക് ശേഷം കസ്റ്റംസും എത്തിയാൽ മാത്രമേ ഒരു സ്ഥിരീകരണം ഉണ്ടാവൂ. ഇപ്പോൾ ഇത് ഇവിടുന്ന് മാറ്റുന്നതിനുള്ള എത്രയും വേഗം തന്നെ ലീക്കോ മറ്റോ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ഇത് നീക്കം ചെയ്യാനുള്ള നടപടിക്രമങ്ങളിലേക്ക് കടക്കുമെന്നാണ് ജില്ലാ ഭരണകൂടവും മറ്റും വ്യക്തമാക്കിയിട്ടുള്ളത്. ഇപ്പോൾ ജനപ്രതിനിധികൾ ഇവിടെ ഉണ്ട്, അവരോട് കൂടി ചോദിക്കുക ഏതൊക്കെ രീതിയിലാണ് ക്രമീകരണം, ഇപ്പോൾ ഏത് രീതിയിൽ ഇത് മാറ്റുന്നതിനുള്ള ജില്ലാ ഭരണകൂടവും പോലീസും മറ്റ് ബന്ധപ്പെട്ട ആളുകളും ഫയർഫോഴ്സ് അടക്കമുള്ള യൂണിറ്റുകൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. പക്ഷേ എന്നാലും ഇതൊരു ആശങ്ക നമ്മൾ മാറുന്നില്ല. ജനവാസ കേന്ദ്രമാണ് അമ്പലപ്പുഴ വളഞ്ഞവഴി തീരമെന്ന് പറഞ്ഞാൽ വലിയ ജനനിബിഡമായ പ്രദേശമാണ്. നമുക്ക് ഇതിൻ്റെ അതൊരു വലിയ ആരോപണം ആക്ഷേപം ഉന്നയിക്കാനുള്ളത് സർക്കാരിൻ്റെ കോസ്റ്റ് ഗാർഡ് നേവി സംവിധാനം അടക്കം നമ്മുടെ സർക്കാർ സംവിധാനത്തിന് ഇത് പുറംകടലിൽ വെച്ച് തന്നെ നിർവീര്യമാക്കാമായിരുന്നു. 400 കിലോമീറ്ററോളം സഞ്ചരിച്ചാണ് അപകടമുണ്ടായ കപ്പലിൽ നിന്നും ഇതുപോലെ ഒരു ഗ്യാസ് ടാങ്കർ ഈ ജനവാസ മേഖലയിലേക്ക് എത്തിപ്പേർന്നിരിക്കുന്നത്. ഇന്നേ ദിവസം രാവിലെ മുതൽ ഈ വീടുകളിലൊക്കെ ആളുകൾ ഭയചകിതരായി നിൽക്കുകയാണ്. ഇന്ന് ആലപ്പുഴ ജില്ലയിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അവധി കൂടിയായതുകൊണ്ട് 100 കണക്കിന് കുട്ടികൾ ഇത് കൗതുകത്തോടു കൂടി കാണാൻ വരികയാണ്. അപ്പോൾ ഇത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കാമായിരുന്നു. നമ്മുടെ സർക്കാർ സംവിധാനത്തിൻ്റെ വലിയൊരു പിടിപ്പുകേട് ഇത് സംബന്ധിച്ചുകൊണ്ട് തീരദേശ ജനത വലിയ ആശങ്കയിലാണ്. ഒന്നാമത് പട്ടിണിയിലും വറുതിയിലുമായി പണിക്ക് പോകാൻ പോലും കഴിയാതെ മത്സ്യലഭ്യത കുറവുള്ള ഈ സാഹചര്യത്തിൽ തീരദേശ ജനതയെ കൂടുതൽ ആശങ്കയിലാഴ്ത്തുന്ന ഇത്തരം സർക്കാർ സംവിധാനങ്ങൾ ഗൗരവമായി ഉണർന്ന് പ്രവർത്തിച്ച് ഇത് ഒഴിവാക്കണം. ജനസാന്ദ്രതയേറിയ മേഖലയിലേക്ക് വരുന്നതിന് ഇപ്പോൾ തന്നെ ഇനിയുമുണ്ടല്ലോ, അനേകം കണ്ടെയ്നറുകൾ ഇനിയും കടലിലുണ്ട്. ഇത് പൊങ്ങി ഒഴുകി നടക്കുന്നതും കണ്ടുള്ള വാർത്തകൾ ദൈനംദിനം വരുന്നു. സർക്കാർ എന്താണെന്നുള്ളത് ഗ്യാസ് എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത്. ഔദ്യോഗിക സ്ഥിരീകരണം വന്നിട്ടില്ല. ജില്ലാ കളക്ടർ സംവിധാനത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഡെപ്യൂട്ടി കളക്ടർമാരും പോലീസ് അധികാരികളും ഫയർഫോഴ്സ് അടക്കമുള്ള ആളുകൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. മറ്റ് ബന്ധപ്പെട്ട ഇതിൻ്റെ ഒഫീഷ്യലായി ഈ കാര്യങ്ങൾ വ്യക്തമാക്കാൻ പറ്റുന്ന ആളുകൾ വരണം. നിർവീര്യമാക്കുന്നതോ മറ്റു കാര്യങ്ങളോ എങ്ങനെയാണെന്ന് പറയണം. ഇപ്പോൾ കടലിൻ്റെ ഇത് ഇറക്ക സമയമാണ്, അല്പം കഴിയുമ്പോൾ ഏറ്റവും കൂടുതലായി കൊള്ളും. ഏറ്റവും കൊണ്ട് കഴിയുമ്പോൾ ഇത് ഇവിടെ കിടന്ന് ഈ പാറയിൽ തമ്മിൽ ഉരസി അത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുമോ എന്നുള്ളൊരു ആശങ്ക ഈ ജനതയ്ക്കുണ്ട്. അപ്പോൾ ഈ പ്രദേശത്തെ ആളുകളെ മാറ്റാൻ നിൽക്കുന്നു. ഇവിടെ രോഗബാധിതരായ ആളുകളടക്കം വളരെ പ്രയാസപ്പെട്ട് കഴിയുന്ന ജനനിബിഡമായ ഒരു മേഖല. അതുകൊണ്ട് ഇതിൽ ഗൗരവമായ ഇടപെടൽ സർക്കാർ സംവിധാനത്തിൽ ഉണ്ടാവണം. അതുതന്നെയാണ് ഇവിടെ ഇപ്പോൾ മാറ്റുമ്പോൾ അത് കിടപ്പ് രോഗികളെ അടക്കമാണ് ഇവിടെ നിന്നും മാറ്റേണ്ടി വരുന്നത്. അത്തരം ഒരു സാഹചര്യം നിലനിൽക്കുന്നു. ജനങ്ങൾക്കെല്ലാം തന്നെ ആശങ്കയുണ്ട്. അതിലുപരി വലിയ അപകട സാധ്യത ഉള്ള ഒരു വാതകമാകാം എന്ന ഒരു വിലയിരുത്തലുമുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ആൾ തന്നെ ഈ വീട്ടിലെ ആളാണ്. അദ്ദേഹത്തിന് പരസഹായമില്ലാതെ നടക്കുന്നതിനുമൊക്കെ ബുദ്ധിമുട്ടുള്ള ആളാണ്. ഇത്തരം രോഗികളെ അടക്കം ഇവിടെ നിന്നും മാറ്റിപ്പാർപ്പിക്കേണ്ട ഒരു സാഹചര്യമാണ് വന്നിട്ടുള്ളത്. ആ ഒരു പശ്ചാത്തലത്തിൽ അടിയന്തരമായും അതിൽ മറ്റ് ആശങ്കകൾ ഒഴിവാക്കത്തക്ക രീതിയിലുള്ള പ്രവർത്തനങ്ങൾക്ക് കൃത്യമായി തന്നെ നടത്തുക. അതോടൊപ്പം തന്നെ ഇത്തരം ടാങ്കറുകൾ ഈ തീരത്തേക്ക് എത്തുന്നത് അതിന് മുമ്പ് തന്നെ തടയണമെന്ന ആവശ്യമാണ് ജനങ്ങൾക്ക് എല്ലാം തന്നെ ഉള്ളത്. ഈ തീരപ്രദേശം നമുക്കറിയാം, ശക്തമായ കടൽഭിത്തി ഇല്ലാതെ പല വീടുകളും തകർന്നു നിൽക്കുന്ന ഒരു പ്രദേശം കൂടിയാണ്. അത്തരം വളരെ ആശങ്ക ജനിപ്പിക്കുന്ന ഒരു പ്രദേശത്ത് വളരെ ദുരിതം അനുഭവിക്കുന്ന ജനങ്ങൾക്കിടയിലേക്ക് തന്നെയാണ് ഈ ടാങ്കർ ലോറി വീണ്ടും ഒരു ആശങ്ക ഉയർത്തിക്കൊണ്ട് എത്തിയിരിക്കുന്നത്. അതിൻ്റെ വലിയ രീതിയിലുള്ള ഒരു ആശങ്ക ഈ പ്രദേശം
പ്രദേശവാസികളിലെല്ലാം തന്നെ ഉണ്ട്. എത്ര സമയത്തേക്ക് അത് നിലനിൽക്കും എന്നതും എപ്പോഴത്തേക്ക് ഇത് ഇവിടുന്ന് മാറ്റാൻ കഴിയും എന്നത് സംബന്ധിച്ചും അവ്യക്തതകൾ നിലനിൽക്കുകയാണ്. കസ്റ്റംസ് ഉദ്യോഗസ്ഥരടക്കം വന്ന് പരിശോധിച്ചതിന് ശേഷം മാത്രമേ ഇത് നീക്കം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. എത്രത്തോളം അപകടകരമായ വാതകമാണെന്നതും സ്ഥിരീകരിക്കേണ്ടതുണ്ട്. അങ്ങനെ വളരെ ഈ പ്രദേശമാകെ തന്നെ ആശങ്കയിലായിരിക്കുന്നു. വലിയ പോലീസ് സന്നാഹമുണ്ട്. അതോടൊപ്പം തന്നെ ഫയർഫോഴ്സ്, കോസ്റ്റ് ഗാർഡ് അടക്കമുള്ളവരും എത്തിയിട്ടുണ്ട്. എന്നാൽ ഇത് കസ്റ്റംസ് ഉദ്യോഗസ്ഥർ കൂടി എത്തി പരിശോധന നടത്തിയെങ്കിൽ മാത്രമേ ഏത് രീതിയിൽ ഇതിനെ ഇവിടെ നിന്ന് നീക്കം ചെയ്യാൻ സാധിക്കും, ഇല്ലെങ്കിൽ ഇതിനെ നിർവീര്യമാക്കാൻ സാധിക്കുമോ എന്നുള്ള കാര്യങ്ങളടക്കം പരിശോധിച്ചിട്ട് ഇതിൽ ഇത് നീക്കം ചെയ്യുന്നതിനുള്ള നടപടികൾ അവസാനിക്കുകയുള്ളൂ. സുധീഷ്, അത് മാത്രം പോരാ എന്ന സാഹചര്യം തന്നെയാണ്. തീർച്ചയായും ഇതൊരു അപകട മേഖലയാണ് എന്നുള്ള തരത്തിൽ അവിടെ തിരിച്ചിട്ടുണ്ട് എങ്കിൽ പോലും സുധീഷ് സൂചിപ്പിച്ചതുപോലെ കുട്ടികളടക്കം ഈ മേഖലയിലേക്ക് വരുന്നുണ്ട്. അതൊരു വലിയ ആശങ്കയായി തുടരുന്നുമുണ്ട്. ആ ഭാഗത്തെങ്ങും അവരെ തടയുന്നതിനായി അധികൃതരെ ആരെയും കാണുന്നില്ല, പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ. ഇപ്പോൾ ഈ വന്ന ആളുകളൊക്കെയും ഇത് പരിശോധിച്ച് മാറി നിൽക്കുന്ന സാഹചര്യമാണോ? വീണ നിരവധി തവണ ഇവിടെ നിന്നും ആൾക്കാരെ, കുട്ടികളെ അടക്കം മാറ്റി നിർത്തിയിരുന്നു. എന്നാൽ പിന്നീട് അവർ വീണ്ടും വരുന്ന ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. ഇത് എന്താണെന്ന് കാണാനും മറ്റുമായി അവർ ഈ പ്രദേശത്തേക്ക് വരുന്ന ഒരു സാഹചര്യം തന്നെയാണ് നിലനിൽക്കുന്നത്. അത് വലിയ രീതിയിലൊരു ഏതെങ്കിലും തരത്തിൽ ഈ ടാങ്കറിനൊരു ലീക്ക് ഉണ്ടായാൽ അത് വലിയ ആപത്തുമാണ്. ഇപ്പോൾ നമ്മൾ ഈ നിൽക്കുന്ന വീടിൻ്റെ അവിടുത്തെ തന്നെ കിടപ്പ് രോഗിയാണ്. അദ്ദേഹത്തെ അടക്കം മാറ്റി പാർപ്പിക്കണമെങ്കിൽ അത് മറ്റ് സംവിധാനങ്ങൾ കൂടി ഉപയോഗിച്ച് അദ്ദേഹത്തെ സ്വയമേ മാറിപ്പോകാൻ സാധിക്കുന്ന ഒരാൾ കൂടിയല്ല. അപ്പോൾ അത് വലിയ രീതിയിൽ പ്രയാസം സൃഷ്ടിക്കുന്നുണ്ട് അദ്ദേഹത്തോട്. ഇപ്പൊ ഇവിടെ വീട്ടിൽ നിന്ന് മാറാനാണോ പറഞ്ഞേക്കുന്നത്? ഒന്നും പറഞ്ഞില്ല ഞങ്ങളോട്. ടാങ്കർ വീടിന് തൊട്ടടുത്താണ് വന്ന് കിടക്കുന്നത്. ആശങ്കയുണ്ടോ? പിന്നെ നമുക്ക് ഇവിടെ സഹായിക്കാനോ പിടിക്കാനോ ആരുമില്ല. 4-5 വർഷം കൊണ്ട് രോഗിയായിട്ട് തപ്പില്ല. ഞാൻ മത്സ്യബന്ധനക്കാരനാണ്. എനിക്ക് പോയി എൻ്റെ ഭാര്യയും മക്കളുമാണ്, കൊച്ചുമക്കളാണ്. എനിക്ക് വേറെ സഹായങ്ങളൊന്നുമില്ല. 3 ഡയറക്റ്റ് ഉണ്ട് എനിക്ക്. ആഴ്ച ഇവിടെ പറഞ്ഞോ ഇവിടുന്ന് മാറി താമസിക്കണമെന്നൊന്നും പറഞ്ഞില്ലേ ഇതുവരെ? അപ്പം ഞങ്ങൾ അതുവരെ അവർ തിരിഞ്ഞു പോലും ഒന്ന് നോക്കിയിട്ടില്ല. പറഞ്ഞു ടാങ്കർ വന്നതിന്റെ പശ്ചാത്തലത്തിൽ മാറാൻ പറഞ്ഞോ? അത് പറയുന്നുണ്ട്. അവർ അന്വേഷിക്കുന്നു വാടകയ്ക്ക് വീട്. തന്നെയാണ് ഇവിടുന്ന് മാറി താമസിക്കണമെന്നാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. രോഗിയാണ്, കിടപ്പ് രോഗിയാണ്. ഏത് രീതിയിൽ ആണ് മാറ്റിപ്പാർപ്പിക്കുന്നതെന്ന് അടക്കമുള്ള കാര്യങ്ങളിൽ അവർക്ക് കൃത്യതയില്ല. എന്ത് തന്നെ ആയാലും എത്രയും വേഗം ഇവിടുന്ന് മാറി താമസിക്കേണ്ട ഒരു സാഹചര്യം നിലനിൽക്കുന്നു. ഇവരെ എവിടേക്കാണ് മാറ്റി താമസിപ്പിക്കുന്നതെന്ന് അടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തത വന്നിട്ടില്ല എന്നതാണ് വീട്ടുകാർ പറയുന്നത്. ഈ രീതിയിൽ ഈ പ്രദേശത്തെ ഒക്കെ തന്നെ വലിയ ആശങ്കയിലും അസ്വസ്ഥതപ്പെടുത്തുന്നതാണ് ഈ ടാങ്കറിൻ്റെ സാന്നിധ്യം. അതുകൊണ്ട് തന്നെ അടിയന്തര എത്രയും വേഗത്തിൽ ഇത് നീക്കം ചെയ്യുന്നതിനുള്ള നടപടി ഉണ്ടാവണം എന്നത് തന്നെയാണ് ജനങ്ങളുടെ എല്ലാം തന്നെ ആവശ്യവും. വീണ, ഓക്കെ, ശരി സുധീഷ്, നമുക്ക് നോക്കാം എങ്ങനെയാണ് അധികൃതർ എത്തി ഇനി ഈ വിഷയം കൈകാര്യം ചെയ്യാൻ പോകുന്നത്. വാതക ചോർച്ച ഉണ്ടാകുമെന്നുള്ള ആശങ്കയാണ് ഉള്ളത്. നിലവിൽ അത് റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ എങ്കിൽ പോലും അവിടെ നിന്ന് എല്ലാവരെയും മാറ്റി പാർപ്പിക്കേണ്ടതാണ്. ഇപ്പോൾ അവിടെ തുടരുന്ന ആളുകൾ കൂടി ഉണ്ടെന്നുള്ളത് അധികൃതർ ശ്രദ്ധയിൽ വരേണ്ടതുമാണ്.